കേരള ബ്ലാസ്റ്റേഴ്സ് പൂട്ടിപ്പോയാൽ ആർക്കാണ് നഷ്ടം? എന്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചത് കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. ഈ ചോദ്യം സാധാരണക്കാരായ കാണികളുടെ മനസ്സിലും എല്ലാം ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പൂട്ടിയാൽ ആർക്കാണ് നഷ്ടം? നമുക്കാദ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ദിവസത്തെ കളി കൊച്ചിയിൽ നടക്കുന്നതുകൊണ്ട് കൊച്ചിയിലുണ്ടാകുന്ന സാമ്പത്തികമായ ക്രയവിക്രയങ്ങളെ കുറിച്ച് നോക്കാം. ഏകദേശം 30,000-ഓളം കാണികൾ ആവറേജ് 300 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നുവെന്ന് കരുതുക. അന്ന് 90 ലക്ഷം രൂപയുടെ ടിക്കറ്റ് സെയിലാണ് അവിടെ നടക്കുന്നത്. ഇതിൽ ഒരു നല്ല ഭാഗം നമ്മളുടെ കോർപ്പറേഷന് എന്റർടൈൻമെന്റ് ടാക്സ് ആയിട്ട് പോവുകയും ചെയ്യും. രണ്ട്, ഈ 30,000-ഓളം പേർ 20 രൂപയുടെ ഒരു കുപ്പി വെള്ളം, ഒരു ബോട്ടിൽ വെള്ളം ഓരോരുത്തരും വാങ്ങുന്നുവെന്ന് കരുതുക. ഏകദേശം 6 ലക്ഷം രൂപയുടെ വെള്ളത്തിന്റെ കച്ചവടം മാത്രം അന്ന് നടക്കും. അതുപോലെ തന്നെ 30,000-ഓളം പേർ 20 രൂപയുടെ പോപ്കോൺ വാങ്ങിച്ചാൽ 6 ലക്ഷം രൂപയുടെ പോപ്കോൺ കച്ചവടം അന്നേ ദിവസം കൊച്ചിയിൽ നടക്കും. അതുപോലെ തന്നെ കാണികളും കളിക്കാരും ഒഫീഷ്യൽസും എല്ലാം അടക്കം ഒരു 5,000 പേർ 1000 രൂപയുടെ റൂം എടുത്താൽ തന്നെ അന്ന് ഹോട്ടലുകളിൽ മാത്രം 50 ലക്ഷം രൂപയുടെ ബിസിനസ് അഡീഷണൽ ആയിട്ട് നടക്കും. ഇതുകൂടാതെ സ്പോൺസർഷിപ്പ്, ബ്രാൻഡിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ് ഫീ, മർച്ചൻഡൈസ് സെയിൽ, സാലറീസ് എന്നിങ്ങനെ ഒട്ടനവധി റവന്യൂ, ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മളുടെ ഈ കൊച്ചിയിൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ ദിവസം നടക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് നഷ്ടമാകാൻ പോകുന്നത്. ഈ ഒരു മത്സരം മാത്രമല്ല കൊച്ചിയിൽ നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏതാണ്ട് 10ഓളം മത്സരങ്ങൾ ഒരു സീസണിൽ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിക്ക് നഷ്ടമാകുന്നത് ചെറിയൊരു എമൗണ്ട് അല്ല. ഈ ഒരു മത്സരം അല്ലെങ്കിൽ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഇത് നഷ്ടമാവും. അതോടൊപ്പം ഇനി വരും കാലങ്ങളിൽ, കാരണം നമ്മൾ നോക്കുക, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും മറ്റും ഒരു നഗരത്തിൽ ഒരു ഹോം മാച്ച് ആയിട്ട് 19ഓളം ഹോം മാച്ചാണ് ഒരു ടീമിനുണ്ടാകുക. അതുപോലെ ISL വളരുകയാണെങ്കിൽ കൊച്ചിക്ക് കിട്ടേണ്ട അഡീഷണലായി കിട്ടേണ്ട ബെനിഫിറ്റുകൾ കൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പോകുമ്പോൾ ഇല്ലാതാവുന്നത്. യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ദിവസത്തെ കളി ഒരു ബിനാലെ ഒരു സീസണിൽ നടത്തുന്നതിനേക്കാൾ എക്കണോമിക് ആക്ടിവിറ്റീസ് കൊച്ചി നഗരത്തിൽ നടത്തുന്നുണ്ട് എന്ന റിയാലിറ്റി നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നിലനിർത്താനുള്ള കടമ നമ്മൾ ഓരോരുത്തർക്കുമുണ്ട് എന്ന കാര്യം ദയവായി ഓർമ്മിക്കുക.